തൃശൂർ ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ മണ്ഡലമാണ് കയ്പമംഗലം. 2011 രൂപീകരണ കാലം മുതൽ ഇടതുപക്ഷത്തിനൊപ്പം നിലയുറച്ച മണ്ഡലം. ഇത്തവണ മണ്ഡലം നിലനിർത്താൻ LDF-ൽ നിന്ന് CPI നേതാവായ KK വത്സരാജാണ് എത്തുന്നത്. കൊടുങ്ങല്ലൂർ താലൂക്കിലെ എടവിലങ്ങ്, എടത്തുരുത്തി, എറിയാട്, മതിലകം, പെരിഞ്ഞനം, ശ്രീനാരായണപുരം തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് കയ്പമംഗലം. രൂപീകരണ കാലം മുതൽ ഇതുവരെ ഇടതുകോട്ടയായി നിലനിൽക്കുന്ന മണ്ഡലം 2011 VS സുനിൽകുമാറും തുടർന്ന് 2016 2021 ET ടൈസൺ മാസ്റ്ററും നയിച്ച മണ്ഡലമാണ് ഇത്. ഇത്തവണ ഇടതുപക്ഷത്തിൽ നിന്ന് KK വത്സരാജാണ് മണ്ഡലത്തെ നയിക്കാൻ എത്തുന്നത്. CPI ജില്ലാ നേതൃത്വത്തിന്റെ ചുമതല വഹിച്ചിരുന്ന KK വത്സരാജ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത്. നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയം കൊണ്ട് ജനങ്ങൾക്കിടയിൽ സമുന്നതനായ നേതാവാണ് വത്സരാജ്. കയ്പമംഗലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ ശക്തമായ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഉണ്ടാകും കയ്പമംഗലത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം നിരവധി വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ TM നാസറാണ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടുള്ള 50 വർഷത്തെ എൻ്റെ പൊതുജീവിതം വിലയിരുത്തിയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ അവിടെ പോയിട്ട്, ഇത് സത്യസന്ധമായിട്ടുള്ള എൻ്റെ വിലയിരുത്തലുണ്ട്, അവിടെ പോയിട്ട് ജനവിധി തരണം. എൻ്റെ പൊതുജീവിതത്തെ എങ്ങനെ ജനം വിലയിരുത്തുന്നു എന്നുള്ളതിനെ വളരെ തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. BDJS നേതാവ് അതുല്യ ഘോഷാണ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. ചരിത്രം പരിശോധിച്ചാൽ മണ്ഡലത്തിന് വ്യക്തമായ ഇടതു പാരമ്പര്യമാണ് ഉള്ളത്. സാരംഗ് PS, കൈരളി ന്യൂസ്, തൃശൂർ.